കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നലെ നടന്ന മോക്ക് പോളിൽ ബി.ജെ.പിക്ക് പോൾ ചെയ്തതിനേക്കാളും വോട്ട് ലഭിച്ചു എന്ന വാർത്ത ശരിയല്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക്ക് പോളിൽ ബി.ജെ.പിക്ക് പോൾ ചെയ്തതിനേക്കാളും വോട്ട് ലഭിച്ചു എന്ന ആരോപണത്തെക്കുറിച്ച് പരിശോധിക്കാൻ സുപ്രീം കോടതി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അത് രാജ്യത്ത് ചർച്ചയായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ബി.ജെ.പിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന വാർത്ത ശരിയല്ല എന്ന് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇതോടെ രാജ്യത്തെ വോട്ടർമാർക്കുണ്ടായ ആശങ്ക നീങ്ങിയിരിക്കുന്നു തൽക്കാലത്തേക്ക്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാണ് ബി.ജെ.പിക്ക് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ കാര്യം സുപ്രീം കോടതിയിൽ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് ഭൂഷൺ ഇക്കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തക്ക സമയത്ത് തന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ചത്. തുടർന്നാണ് ഇക്കാര്യം പരിശോധിക്കാൻ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ അടങ്ങിയ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തന്നെ അത് അർഹിക്കുന്ന ഗൗരവത്തിലെടുക്കുകയും കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും കൂടുതൽ വിശദമായ റിപ്പോർട്ട് നൽകാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും സാധാരണ വോട്ടർമാർക്ക് അവരുടെ വോട്ടുകൾ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തന്നെ പോകണമെന്നായിരിക്കും സ്വാഭാവികമായും ആഗ്രഹം. അതിന് കഴിയുന്നില്ല എങ്കിൽ അത് ആശങ്ക തന്നെയാണ്. അതാണ് പലപ്പോഴും EVM-നെതിരെ ജനങ്ങൾ പരാതി ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് കാസർഗോഡ് നിന്നുള്ള വാർത്തയും ഈ രാജ്യത്ത് ചെറിയ രീതിയിലെങ്കിലും ആശങ്ക പരത്തിയത്. അതാണ് ഈ കാസർഗോഡ് നിന്നുള്ള വാർത്തയും സുപ്രീം കോടതിയിലേക്ക് വരെ എത്തിയത്. സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും തക്ക സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് പരിശോധിക്കുകയും ചെയ്തതോടെ വോട്ടർമാർക്കുണ്ടായ ആശങ്ക നീങ്ങി എന്ന് തന്നെ പറയാം.